അടുത്തൊരു കാര്യം പറയാനുള്ളത്. ഇതാണ് ഗോൾഡ് കോസ്റ്റ് എയർപോർട്ട്. ഇവിടുന്ന് സിഡ്നിക്കാണ് നമ്മുടെ ഫ്ലൈറ്റ്. നമുക്ക് തരാനുണ്ട്. ഒരു എക്സ്പീരിയൻസ് പറയണമെന്നുണ്ട്. 8 മണിക്കൂർ ഞാൻ എങ്ങനെ ഫ്ലൈറ്റിൻ്റെ അകത്ത് ഇരിക്കുന്നതൊക്കെ. Welcome to Cochin International Airport. ഹലോ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു റോസ് സോക്കസ്ട്രൈ. ഇന്ന് നമ്മൾ നാട്ടിലേക്ക് പോകാം. നമുക്ക് ഇവിടുന്ന് 1/2 hour ഡ്രൈവാണ് ഗോൾഡ് കോസ്റ്റ് എയർപോർട്ടിലേക്ക്. നമ്മൾ അവിടേക്ക് പോണ ടൈമിൽ നിങ്ങൾ ഇന്നലെ നടന്ന കോലാഹലങ്ങളൊക്കെ കണ്ടിട്ട് പോയോ? പിന്നെ ഷാരോടെ പാട്ട് വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ അതിങ്ങനെ മ്യൂട്ട് ചെയ്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ബൈ ദ വേ, അപ്പം നിങ്ങളെല്ലാവരും കണ്ട പോലെ നമ്മൾ നാട്ടിലേക്ക് തിരിച്ച് പോവാനായിട്ടുള്ള തത്രപ്പാടുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ലഗേജ് അവർ താഴെ കൊണ്ടുവന്ന് വെക്കുമ്പോഴേക്കും നമുക്ക് ഇന്ന് എങ്ങനെയാണ് പാക്കിംഗ് സംഭവങ്ങളൊക്കെ കാണാം. കാരണം എനിക്ക് ഭയങ്കര അടിപൊളിയായിട്ടൊന്നും വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ടാവില്ല ഇന്ന്. കാരണം എന്താ പറയുക, എനിക്ക് ഓൾറെഡി കുറച്ച് പണിയൊക്കെ കിട്ടിയിട്ടിരിക്കുകയാണ്. പണി എന്താണെന്ന് നമ്മൾ വരും സമയങ്ങളിൽ അറിയിക്കുന്നതായിരിക്കും. അപ്പം എന്തായാലും നമുക്ക് പാക്കിങ് തുടങ്ങാം. ഷാരോൺ കുറച്ച് ബിസിയാണ് വർക്കിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളാണ് ഇന്ന് പാക്കിങ് തുടങ്ങാൻ പോണത്. എന്നെ അറിയാവുന്നവർക്കറിയാം എനിക്ക് എത്രത്തോളം പാക്കിങ് ഇഷ്ടമാണെന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല പൈതവേ. അപ്പം ഞാൻ എന്തായാലും വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പാക്കിങ് തുടങ്ങാൻ പോവാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് കൊണ്ടുപോകാനുള്ളതാണ്. സൈഡാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈസിയാണ്. ഇത് എൻ്റെയും ചേച്ചിക്കും എനിക്കും മമ്മിക്കും ഒരുപോലെ മേടിച്ചതാണ്. പക്ഷെ മമ്മി ഇവിടെ വന്നിട്ട് ഇട്ടില്ലായിരുന്നു. അപ്പം എൻ്റെ അടുത്ത് തിരിച്ചു കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം എനിക്കും ചേച്ചിക്കും ഒരേപോലെ ഇടാലോ എന്നും പറഞ്ഞു. ബൈ ദ വേ, ഇവിടത്തെ കോലാഹലങ്ങളൊന്നും നിങ്ങൾ കണ്ട് പേടിക്കേണ്ട. അതൊക്കെ നമുക്ക് ഉണ്ടാവാനുള്ള സാധനങ്ങൾ ജസ്റ്റ് സൈഡാക്കി വെച്ചേണതാണ്. അപ്പോൾ അതായത് നമുക്ക് തുടങ്ങാം. നമ്മൾ ഇന്ന് ആദ്യം കുറച്ച് പാക്ക് ചെയ്തിട്ട് നമുക്ക് എൻ്റെ ഒരു ആഗ്രഹം അനുസരിച്ച് വീട് ഫുൾ ക്ലീൻ ആക്കിയിട്ടിട്ട് വേണം പോകാൻ വേണ്ടി. കാരണം നമ്മൾ 2 weeksലേക്കാണ് പോണേ. അറൗണ്ട് എനിക്ക് തോന്നുന്നു ഒരു 14 days ഉണ്ടാവും എന്ന് തോന്നുന്നു. അപ്പോഴേ നമ്മൾ തിരിച്ചു വന്നു കഴിയുമ്പോൾ ക്ലീനായിട്ട് കിടക്കുന്ന ഒരു സുഖം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ബൈ ദ വേ ഞാൻ എൻ്റെ നെയിൽസൊക്കെ ചെയ്ത് ഞാൻ ചെയ്താൽ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് തിരിച്ചു വരാം. നമുക്ക് പോയിട്ട് പാക്ക് ചെയ്ത് തുടങ്ങാനേക്കാൾ മുമ്പ് ആ ലോണ്ടറി ബാസ്ക്കറ്റിൽ ഇരിക്കണതൊക്കെ അലക്കാനുള്ള തുണികളല്ല, അലക്കി കഴിയാനുള്ള തുണികളാണ്. അപ്പം ഇനി നമുക്ക് അതിനകത്തുനിന്ന് ആവശ്യമുള്ളത് നാട്ടിലേക്ക് എടുക്കാനുള്ളത് പറക്കി സൈഡിലേക്ക് മാത്രം എന്നിട്ട് വേണം നമുക്കത് പെട്ടിയിലേക്ക് ആക്കാൻ. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. എൻ്റെ നിറച്ച സാധനങ്ങളാണ്. പെർഫ്യൂംസ് ആണ്. എനിക്ക് സ്മെല്ല് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടാം. ഒരെണ്ണം ചേച്ചിക്കും ഒരെണ്ണം എനിക്കും മേടിച്ച് ക്യൂട്ടായിട്ടില്ല. ഇവിടുത്തെ ഭയങ്കര വൈറൽ ഒരു സാധനം, ഓസ്ട്രേലിയൻ മെയ്ഡാണ്, ടിം ടാം. പക്ഷെ എനിക്ക് കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ലീക്കാനോ ചാൻസിനും സെലോട്ടേപ്പ് ചെയ്യാം. നമ്മളിതേ ഒരു ലാസ്റ്റ് മിനിറ്റ് പാക്കിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയേക്കാണ്. നമുക്ക് ഓൾറെഡി വീടിൻ്റെ അകത്ത് പാർക്കിങ് കിട്ടിയതുകൊണ്ട് തന്നെ നമ്മൾ വണ്ടി എടുത്തില്ല. കാരണം വണ്ടി എടുത്ത് കഴിഞ്ഞ് തിരിച്ച് നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് പാർക്കിങ് കിട്ടിയില്ലെങ്കിലോ എന്ന്. എൻ്റെ പല്ലൊക്കെ സീനായിരിക്കുകയാണ്. എങ്ങനെയാണ്ടൊക്കെ ഞാൻ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി ഷോപ്പിംഗ് നടത്താം. ചില എല്ലാ ദിവസവും ഒരു ദിവസമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേഴ്സ്ഡേയ്സ് മാത്രമാണ്, വിച്ച് ഈസ് ടുഡേ. പവർ ബാങ്ക് നോക്കാം, നമുക്ക് തിരിച്ചു വരുമ്പോൾ നോക്കാം. അപ്പം തേഴ്സ്ഡേയ്സ് മാത്രമാണ് എല്ലാ ഷോപ്സും 9 അത്രയൊക്കെ വരെ 9 മണി വരെയൊക്കെ തുറക്കത്തുള്ളൂ. അപ്പം ഇന്നാണ് ആ ദിവസം. അപ്പോൾ അതുകൊണ്ട് നമ്മളത് ഇത് ചെയ്യാൻ വേണ്ടി പോവാണ്. ഞാൻ നെയിൽ ചെയ്തത് അവിടെയാണ് നമ്മളൊക്കെ ചെയ്തത്. ഇന്നത്തെ നമ്മുടെ ഒരു ലാസ്റ്റ് മിനിറ്റ് ഷോപ്പിങ്ങിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിരിക്കാൻ പറ്റില്ലേക്ക് വരിക. കുട്ടീസിന് കുറച്ച് ഇത് മേടിക്കാനുണ്ട്. അവർക്ക് മാത്രം നമ്മൾ ഗിഫ്റ്റ് കിട്ടിയില്ലായിരുന്നു ആ സമയത്ത്. അതും പിന്നെ റിച്ചുവിന് നമ്മൾ മേടിച്ചിട്ടില്ല ഒന്നും. റിച്ചു പറഞ്ഞത് പ്രോട്ടീൻ പൗഡറാണ്. അപ്പോൾ അത് നാട്ടിൽ ചെന്നിട്ടാണ് നമ്മൾ മേടിക്കണേ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വേറെ എന്തെങ്കിലും ഉണ്ടോ നോക്കണം. ഇത് മേടിക്കും എന്നുള്ളൊരു കൺഫ്യൂഷനിൽ ഫ്രഞ്ച് ഫ്രൈസ് കിട്ടി.
ഇത് ശരിക്കും നോട്ട് പാഡും അതിനകത്ത് ഇറേസറൊക്കെ ഉണ്ട്. കൊള്ളാല്ലേ? നമ്മൾ ഈ പ്രാവശ്യം ഭയങ്കര ഒരു വലിയൊരു ഷോപ്പിംഗ് ഒന്നും നടത്തിയിട്ടില്ല കേട്ടോ. കാരണം നമ്മൾ നാട്ടിൽ പോയിട്ട് 6 മാസം ആവണേ ഉള്ളൂ. ഇത് നമ്മൾ പോണേൻ്റെ വേറൊരു ലക്ഷ്യമുണ്ട്. അതെന്താണെന്ന് ഞാൻ വരും ബ്ലോഗുകളിൽ പറയാം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നാട്ടിൽ പോണേ. അപ്പോൾ അതുകൊണ്ട് ലാസ്റ്റ് മിനിറ്റ് ഒരു കുട്ടി ഷോപ്പിംഗ് കൂടിയും ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അത് തീർത്ത് നമ്മൾ വീട്ടിൽ പോകാറായി. ഇന്ന് രാത്രിയും കൂടി നമ്മളിവിടെ ഉള്ളു. നാളെ നമ്മൾ പോവാണ്. നാളെ ഏർലി മോർണിംഗ് പോവും. അപ്പോൾ അതുകൊണ്ട് അത്രയും ചോറ് ടൈം വേസ്റ്റ് ആവുമോ എന്നൊക്കെയാണ്. ഇതാണ് നമ്മുടെ ലഗേജസ്. നമ്മളിത് ഒരെണ്ണം, ഇത് 2 എണ്ണം, വേറൊരു ക്യാബിൻ മിക്കവാറും നമ്മൾ അതിൻ്റെ കൂടെ തന്നെ കയറ്റിയിടും. ഇത് അമ്മച്ചി ഇങ്ങോട്ട് പോനേക്കാളും മുമ്പ് നമ്മുടെ പെട്ടി അറിയാൻ വേണ്ടി പെട്ടി അറിയാൻ വേണ്ടി കൊണ്ടുവന്ന് വെച്ചതാണ്. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. നമ്മളിവിടെ ഹോവർ ചെയ്ത് ക്ലീൻ ആക്കി എല്ലാം സെറ്റ് ചെയ്ത് ഞാൻ പെയിന്റ് ചെയ്തതാ. ഓക്കെ, വൈകുന്നേരം അപ്പം ഇനിയും നിങ്ങളെന്തായാലും ബാക്കി നാളത്തെ വ്ളോഗ് കാണ്. എനിക്ക് തോന്നുന്നു അവരിപ്പം മിക്കവാറും ഞങ്ങൾ മിക്കവാറും ഇപ്പം എയർപോർട്ടിലേക്ക് വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പം എന്തായാലും നിങ്ങൾ അത് പോയി കാണും. ഓക്കെ, ഇപ്പോഴേക്കും ഞങ്ങൾ പോയി ഉറങ്ങട്ടെ. അപ്പോൾ എന്തായാലും ഇന്നലത്തെ കോലാഹലങ്ങളൊക്കെ നിങ്ങൾ കണ്ട സ്ഥിതിക്ക് ഇനി നമുക്ക് എയർപോർട്ടിലേക്ക് പോവാം. അങ്ങനെ നമ്മൾ ബാഗ്സ് ഡ്രോപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇവിടെ നിന്ന്, ഇതാണ് ഗോൾഡ് കോസ്റ്റ് എയർപോർട്ട്, ഇവിടെ നിന്ന് സിഡ്നിക്കാണ് നമ്മുടെ ഫ്ലൈറ്റ്. അങ്ങനെ ഈ ലഗേജിനോട് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് നമുക്ക് കയറ്റി വിടാം. അപ്പോൾ നമ്മൾ സക്സസ്ഫുള്ളി ഒരെണ്ണം അതിൻ്റെ ഉള്ളിൽ കയറ്റി. അതെ, പിന്നെ നമ്മുടെ അടുത്ത ബാഗ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അതും കൂടി ഉള്ളു. ഇല്ല, 3 ബാഗല്ലേ നമ്മൾ വിടണുള്ളൂ. 3 ബാഗുള്ളൂ. നമ്മൾ ബാഗ്സൊക്കെ ഡ്രോപ്പ് ചെയ്ത് ഇവിടെ വന്നാൽ ഇപ്പോൾ ഒരു കഫേ ഉണ്ട്. അപ്പോൾ നമ്മളൊരു കോഫി കുടിക്കാൻ വേണ്ടിയിട്ട് കയറിയേക്കാണ്. എൻ്റെ മുഖത്തിന് വീർത്തിരിപ്പണി. രാവിലെ എണീച്ചതിൻ്റെ വെളുപ്പിന് എണീറ്റതല്ലേ. നമ്മൾ എണീറ്റപ്പോൾ എത്ര മണിയായി? 3 മണിക്ക് എണീറ്റ്. നമ്മൾ 2 മണിക്കൂർ ഉറങ്ങിയിട്ടുള്ളൂ. റോസോണും ഓർഡർ ചെയ്ത് കണ്ടോ. എൻ്റെ കോഫി ചെറുതിട്ടോ. ശാരോൻ്റെ കോഫി നോക്കൂ, ജസ്റ്റ് ലൈക്ക് അസ്. സ്മോൾ മതി എന്ന് പറഞ്ഞിട്ടോ. ചിലപ്പോൾ ഞാൻ വേസ്റ്റ് ആവും. നമ്മുടെ കയ്യിലുണ്ടായിരുന്ന 2 ചെക്കിൻ ബാഗും നമ്മൾ ഡ്രോപ്പ് ചെയ്ത്, കൂടെ ഒരു ക്യാബിൻ ബാഗും കൂടെ നമ്മൾ ഡ്രോപ്പ് ചെയ്തിരുന്നു കേട്ടോ. നമ്മളിപ്പോൾ ബോർഡ് ചെയ്യാൻ പോവാണ്. വലിയ തണുപ്പൊന്നുമില്ല, വിചാരിച്ച അത്ര തണുപ്പൊന്നുമില്ല. ഞാൻ തൊപ്പിയും ജാക്കറ്റൊക്കെ ഇട്ടിട്ടാണോ എന്ന് അറിയാൻ പാടില്ല. വേറൊരു കോമഡി ഉണ്ടായിരുന്നു. ഇവിടുത്തെ ഫ്ലൈറ്റിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. നമുക്ക് ഇവിടെ നിന്ന് ഗോൾഡ് കോസ്റ്റ് എയർപോർട്ടിൽ നിന്ന് സിഡ്നിയിലേക്കാണ് ഫ്ലൈറ്റ്. സിഡ്നി ടു മലേഷ്യ, മലേഷ്യ ടു കൊച്ചി. ഞാൻ എൻ്റെ ഓസ്മോയിലാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കണമെന്നൊക്കെ ഞാൻ പഠിച്ച് വരുന്നുള്ളൂ. അതുകൊണ്ടാണ്. അപ്പോൾ ഓസ്മോ നമ്മൾ ബാഗിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കറിയാൻ വേണ്ടായില്ല ഷാരോൻ്റെ ബാഗിലാണ് ഓസ്മോ ഇരിക്കണേന്ന്. ഞാൻ വിചാരിച്ചു എൻ്റെ ബാഗിലാണ്. എൻ്റെ ബാഗ് സെക്യൂരിറ്റി ചെക്കിൻ്റെ സമയത്ത് അപ്പുറത്തെ സൈഡിലേക്ക് പോയി. വിച്ച് മീൻസ് അതിനകത്ത് എന്തോ പ്രശ്നമുണ്ട്, അവർക്കത് ചെക്ക് ചെയ്യണം എന്നുള്ള രീതിക്ക്. അപ്പോൾ അയാൾ ചെക്ക് ചെയ്തിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, അവിടെ ഒരു ക്യാമറ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ദാറ്റ്സ് മൈ ഓസ്മോ എന്ന് പറഞ്ഞു. കാരണം ഞാൻ എൻ്റെ ഒരു വിചാരത്തിൽ എൻ്റെ ഓസ്മക്കൂട്ടനാണ് ആ ബാഗിൽ എന്നാണല്ലോ. അത് കഴിഞ്ഞ് ഇപ്പോൾ ഷാരോൺ പറയാണ് ഓസ്മോ എൻ്റെ ബാഗിലായിരുന്നു എന്ന്. പിന്നെ ആലോചിച്ചിട്ട് ഒരു ക്യാമറ ഒരു പിടുത്തവും കിട്ടുള്ള കേട്ടോ. എന്നിട്ട് പിന്നെ ആലോചിച്ചപ്പോഴാണ് പിന്നെ വേറൊരു കാര്യം മനസ്സിലായേ. അത് നമ്മുടെ ട്രൈപോഡായിരുന്നു. ട്രൈപോഡിൽ ക്യാമറയില്ല, പക്ഷെ അതെന്താണെന്ന് മനസ്സിലായില്ല. ബട്ട് അതാണെന്നാണ് നമ്മുടെ ഒരു നിഗമനം. ട്രൈപോഡിലും ക്യാമറയില്ല. പിന്നെ അത് ആലോചിച്ചപ്പോൾ പിന്നെ ഞങ്ങൾ അതിനുള്ള ഉത്തരം കിട്ടാത്തത് മൂലം നമ്മൾ ആ ക്വസ്റ്റ്യൻ ഇഗ്നോർ ചെയ്തു. എന്തായിരുന്നു അത് ഇപ്പോഴും വലിയ ഐഡിയ ഒന്നുമില്ല. ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ ഇച്ചിരി കൺജസ്റ്റഡ്. അപ്പം ഓസ്മോൻ്റെ ഒരു ക്യാമറ പ്രൊട്ടക്ഷൻ്റെ ഒരു സാധനമുണ്ട്. നമ്മൾ ഓഫ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു സാധനം. അപ്പോൾ അതുകൊണ്ട് അത് കാണാനില്ല. എവിടെ പോയത് അറിയാൻ പാടില്ല. ഫസ്റ്റ് ടൈം ഈ ഓസ്മോനെ കൊണ്ട് പുറത്തിറങ്ങണത്. ഐ മീൻ ലൈക്ക് ഫ്ലൈറ്റിൽ. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത ടൈമിൽ നല്ല വ്യൂ ആയിരുന്നു കേട്ടോ സ്കൈയുടെ. കാരണം ഏർലി മോർണിംഗ് ആയതുകൊണ്ട് തന്നെ ഒരു സൺറൈസ് ഒക്കെ നമ്മൾ കണ്ട്. കയറിയപ്പോഴേക്കും തന്നെ ഇറങ്ങാനുള്ള ടൈമായി. അങ്ങനെയാട്ടോ എനിക്ക് ഈ ഫ്ലൈറ്റ് ഫീൽ ചെയ്തത്. കാരണം ഇത് ഭയങ്കര ഷോർട്ടായിരുന്നല്ലോ. എയർപോർട്ടിലെത്തിയിട്ട് നമുക്ക് ഇനി ഇവിടെ നിന്ന് വേറെ ഫ്ലൈറ്റാണ്. ഇവിടെ നിന്ന് മലേഷ്യക്ക് ഫ്ലൈറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ വന്നിട്ട് ഒറ്റ സ്ട്രെച്ചിലല്ല. അപ്പോൾ നമ്മളിവിടെ ലഗേജ് നമ്മൾ അവിടെ ഡ്രോപ്പ് ചെയ്ത ലഗേജ് ഇവിടെ നിന്ന് പിക്ക് ചെയ്ത് എന്നിട്ട് ഇവിടെ പിന്നെയും നമ്മൾ
ചെക്ക് ഇൻ ചെയ്യണം. അങ്ങനെ നമുക്കിവിടെ ബാഗ് എവിടെയാണ് ഡ്രോപ്പ് ചെയ്തേണെന്ന് നോക്കിയിട്ട് വരാം. നമ്മുടെ ഫ്ലൈറ്റ് ഇതാണ്. ലഗേജ് ഇതുവരെ വന്നിട്ടില്ല. എനിക്കൊന്ന് വന്ന് തുടങ്ങണമുള്ളൂ എന്ന് തോന്നുന്നു. നമുക്ക് അവിടെ നിന്ന് ഷട്ടിൽ ബസ് എടുത്തിട്ട് ഇപ്പോഴത്തെ ടെർമിനലിലേക്ക് വന്നായിരുന്നു. അപ്പോൾ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്ന് കഴിഞ്ഞപ്പോൾ നമുക്കിവിടെ ട്രോളി കിട്ടിയിട്ട്. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയണമെന്നുണ്ട്. നമ്മളവിടെ സിഡ്നി എയർപോർട്ടിൽ സെയിം എയർപോർട്ടിൽ തന്നെ വേറെ ടെർമിനലിൽ ട്രോളി എടുക്കണമായിരുന്നു. നമ്മൾ വിചാരിച്ചു അവിടെ തന്നെയാണ്, നമുക്ക് വേറെ ഷട്ടിൽ ബസ് ഒന്നും എടുക്കേണ്ട വരത്തില്ല. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ട്രോളി എടുക്കണമെന്നുള്ളൊരു ഐഡിയ ആയിരുന്നു. അപ്പം നമ്മൾ അവിടെ ട്രോളി എടുക്കാൻ പോയപ്പോൾ അവിടെ $5 ഒരു ട്രോളിക്ക് റെൻറ്റിന് വേണ്ടിയിട്ട് എടുക്കണത്. നമ്മളത് എടുത്തില്ല, കാരണം നമുക്ക് ഷട്ടിൽ ബസ് എടുക്കണം, ബസ്സിൽ ട്രോളി അലൗഡ് അല്ല. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ നമ്മളവിടെ ടോയ്ലറ്റിൽ പോയി. അതെനിക്ക് ഭയങ്കര ഒരു കാര്യം തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വേറെ അങ്ങനെ എയർപോർട്ട് ടോയ്ലറ്റിലൊന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. അവിടെ ടോയ്ലറ്റിൽ പോയപ്പോൾ അവിടെ നമുക്ക് ക്ലോസറ്റിൻ്റെ അത് വൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ തൊട്ടടുത്ത് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ അവിടെ ഇടയിൽ കൊടുക്കാം. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ആൻറ്റി ബാക്ടീരിയൽ ഒരു ലിക്വിഡ് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് സ്പ്രേ ചെയ്തിട്ട് നമ്മുടെ ടിഷ്യൂ ഇതിനകത്ത് വെറ്റ് ചെയ്തിട്ട് നമുക്കത് വൈപ്പ് ചെയ്യാൻ പറ്റും. അത് ഭയങ്കര നല്ലൊരു പരിപാടിയായിട്ട് എനിക്ക് തോന്നി. കാര്യം പല പല രാജ്യത്തുനിന്നും പല പല സ്ഥലത്തുനിന്നും മറ്റേ ആൾക്കാരൊക്കെ അല്ല യൂസ് ചെയ്യണം. അപ്പോൾ അത് ഒരു നല്ലൊരു കാര്യമായിട്ട് തോന്നി. പിന്നെ നമ്മൾ ഷട്ടിൽ ബസ് എടുത്ത് നമ്മൾ തിരിച്ചിവിടെ വന്ന് നമ്മളിപ്പോൾ ഇവിടെ വന്നത് 8 മണിയായി, 8:30 നമുക്കിനി ഇവിടെ നിന്ന് മലേഷ്യക്ക് കോലാലംപൂർക്ക് ഫ്ലൈറ്റ് ഉള്ളത് 1 മണിക്കാണ്. 10 മണിക്കാണ് ഗേറ്റ് ഓപ്പൺ ആവുള്ളൂ. അപ്പോൾ നമ്മൾ ലഗേജൊക്കെ വെച്ചിട്ട് ഇവിടെ ഇച്ചിരി നേരം ഇരുന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. ആ വ്ലോഗിൽ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ചില ആൾക്കാർക്കറിയാം, ചില ആൾക്കാർക്കറിയാൻ പാടില്ല. അപ്പം ഞാനതുകൊണ്ട് ഇതിന് മുമ്പ് ഏതോ ഒരു വ്ലോഗിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എന്താ പറയുക, എനിക്കിങ്ങനെ ക്ലോസ്ഡ് ഇതിനകത്ത് ഇരിക്കുമ്പോൾ എനിക്ക് അങ്ങനെ പ്രശ്നമില്ല. പക്ഷേ ഫ്ലൈറ്റിൽ കയറുമ്പോൾ എന്താ പറയുക, വളരെ വിൻഡോ സീറ്റ്, എനിക്ക് പണ്ടെങ്കിൽ വിൻഡോ സീറ്റൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. വിൻഡോ സീറ്റിൽ ഇപ്പോൾ ഇരിക്കണ സമയത്ത് ഈ അവിടെ ഇങ്ങനെ ക്ലോസ്ഡ് ആയിട്ട് ഇരിക്കുമോ, ഇപ്പുറത്ത് ഒരാളുണ്ടെങ്കിൽ അങ്ങനെ താഴേക്ക് നോക്കുമ്പോൾ ഇവിടേക്കാണോ. അപ്പോൾ നമ്മൾ അങ്ങനെ നോക്കുന്ന സമയത്ത് അത് നമുക്ക് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് അത് ഫീൽ ചെയ്തു. കാര്യം എന്താ പറയുക, ഇങ്ങനെ ഭയങ്കര ക്ലോസ്ഡ് ആയിട്ട് ഉള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്നിട്ട് പിന്നെ ഷാരോണിൻ്റെ അടുത്തുനിന്ന് നീങ്ങി, കാരണം അത് വിൻഡോ സീറ്റായിരുന്നു. എന്നിട്ട് അത് മാറിയിട്ട് നമ്മൾ ബാക്കിൽ ഒരു ലേഡി മാത്രം ഇരിക്കുന്ന ഒരു സീറ്റ് ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ അപ്പുറത്ത് 3 പേരുടെ സീറ്റായിരുന്നു. സോറി 3 പേരുടെ സീറ്റായിരുന്നു. അപ്പോൾ അതിനകത്ത് 2 സീറ്റ് ഫ്രീ ആയിരുന്നു. അതിനകത്ത് ഒരു സീറ്റിൽ പോയിട്ട് നമ്മൾ എന്നിട്ട് അവിടെ ഇരുന്നു. കാരണം ഭയങ്കര പാട്. ഇനിയുള്ള സീറ്റ് വേറെ ഒരെണ്ണം നമുക്ക് ഇച്ചിരി ലെഗ് സ്പേസ് ഉള്ളതാണ്. പിന്നെ മലേഷ്യൻ എയർലൈൻസ് ഞാൻ കയറിയിട്ടില്ല. ഇതിന് മുമ്പ് നമ്മൾ കയറിയത് ജെറ്റ് സ്റ്റാർ ആയിരുന്നു. മലേഷ്യൻ എയർലൈൻസ് ഇച്ചിരി കൂടെ ഒരു നല്ല ഫ്ലൈറ്റ് ആയതുകൊണ്ട് ചിലപ്പോൾ അതിനകത്ത് കുറച്ചുകൂടെ ലെഗ് സ്പേസ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഓൾറെഡി കഴിച്ചതാട്ടോ. നമ്മളല്ല, ഞാൻ ഷെയറും കഴിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ഷെയറോണ് വിശക്കുന്നതും മൂലം കഴിച്ചിട്ട് വരാമെന്ന്. നമ്മുടെ അടുത്ത ഫ്ലൈറ്റ് ഇച്ചിരി ലോങ്ങാണ്. 8 മണിക്കൂർ ഞാൻ എങ്ങനെ ഫ്ലൈറ്റിൻ്റെ അകത്ത് ഇരിക്കുന്നത് എനിക്ക് അറിയാൻ പാടില്ല. അപ്പോൾ അതായത് നമ്മൾ കുറേ മൂവീസൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മേ ബി അങ്ങനെ സംസാരിച്ച് എൻ്റെ സംസാരം മാത്രമായി പോകുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞിട്ട് പാക്കലാം. ഓക്കെ, പെട്ടികളുടെ ഒരു ഘോഷയാത്രയാണ് ഞങ്ങളിപ്പോൾ കാണുന്നത്. ഇതാട്ടോ സിഡ്നി എയർപോർട്ടിൻ്റെ ഒരു ഉള്ളിലെ വ്യൂ. ഞാൻ സിഡ്നി എയർപോർട്ടിൽ ഫസ്റ്റ് ടൈമാണ് വന്നത്. ഓവറോൾ ഗുഡ് എക്സ്പീരിയൻസ്, കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ടേക്ക് ഓഫ് ഇച്ചിരി സീനായിരുന്നു. ലാൻഡിങ് ഭയങ്കര സ്മൂത്തായിരുന്നു. ഇച്ചിരി ഉറങ്ങിയൊക്കെ പോയി. നമ്മൾ പുറത്തൊക്കെ ഇടില്ല. ബെറ്റി ബർഗറുണ്ട്. പുറത്തൊക്കെ എയർപോർട്ടിൻ്റെ അകത്ത് വന്നോ. നമുക്ക് അപ്പുറത്ത് പോയിട്ട് ഇവിടെ ഒരു കഫേ ഉണ്ട്, അവിടെ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. ഷെയറോടെ പുറത്ത് നോക്കിക്കൊണ്ടിരിപ്പുണ്ട്. എനിക്ക് വിശക്കണമൊന്നുമില്ല. പിന്നെ നമുക്ക് ഫ്ലൈറ്റിനകത്ത് ഫുഡ് ഉണ്ടെന്ന് തോന്നുന്നു. നല്ല നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കാം. പല്ലുവേന ഉള്ളതുകൊണ്ട് എനിക്ക് അമ്മ അത് കഴിക്കാനൊന്നും പറ്റില്ല. ബട്ട് നോക്കാമല്ലോ എന്തോ ഉള്ളതെന്ന്. ഇതാ അപ്പൊ പിന്നെ ഇത് എന്തോ പുറത്തോയാ, അത് കൊള്ളാലോ. പുറത്തോന്റെ മിനി വെർഷനാണ് ഇത്. പുറത്തോന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ വേറെ ഇവിടെ ബർഗറും അങ്ങനത്തെ സംഭവങ്ങളുള്ളൂ. ചിക്കൻ ആയിട്ടില്ല. ഞാനും ഓർത്തു അതെന്തായാലും മൂഞ്ചിയ സ്ഥിതിക്ക്
ഷാരോൺ ഗോണ ട്രൈ സംതിങ് എൽസ്. എന്താ വേറെ ട്രൈ ചെയ്യാൻ പോണ പന? നോ ഐഡിയ. ഷാരോൺ ഓർഡർ ചെയ്ത് അതെ 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 ക്യാമറ ഓണാക്കിയപ്പോൾ ഓ മൈ ഗോഡ് കേട്ടോ. അതിനു മുമ്പ് ഷാരോൺ പറഞ്ഞത് എന്താണെന്നറിയാമോ? പിന്നെ റിയൽ ആയിട്ട് എന്താ പറഞ്ഞതെന്ന് പറ. ഫ്രൈസാ? ഫ്രൈസ് ഉണ്ടായിന്. റൈസും ഉണ്ടായിരുന്നാ? അടിപൊളി. എനിക്ക് മനസ്സിലായില്ല അങ്ങനെ തന്നെയാണ് അവർ കാണിച്ചേട്ടാ. ഇത് എഗ്ഗ് മാത്രം കഴിക്കാന്നാ. നമുക്ക് ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ കയറി എന്ന് പരതാം. നമ്മുടെ അടുത്ത് പറഞ്ഞായിരുന്നു JD മേടിക്കണമെന്ന്. സോ നമ്മൾ JDനെ തപ്പി ഇറങ്ങിയേക്കാണ്. JDനെ തപ്പി JDയുടെ സ്ഥലത്ത് തന്നെയാണ് എത്തിയാണ്. അവിടെ നിന്ന് മേടിച്ചിരുന്നെങ്കിൽ ഇച്ചിരി കത്തിയായിരുന്നു നമ്മൾ ഇതിന് മുമ്പ് നോക്കിയ സ്ഥലത്ത്. ബട്ട് ദിസ് ഇസ് ശരിക്കും അഫോർഡബിൾ. നമുക്ക് ഒരു ബ്രാൻഡി എടുക്കണം. സ്റ്റീപ്പച്ചയ്ക്ക് ബ്രാൻഡി എല്ലാം ഇഷ്ടം. 4 കുപ്പി വേണം. 2 for Panan and 2 for me. നമുക്ക് ഇത് നോക്കിയിട്ട് ഈ കുപ്പികളുടെ ഷേപ്പൊക്കെ നോക്കി നല്ല ഭംഗി കാണാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ട്. അതുപോലെ റേറ്റും ഉണ്ട് കേട്ടോ. അതിന് $56,000 ആണ് അതിന്. നിനക്ക് എന്താ പറയാനുള്ള ആ ഒരു ധന്യ മുഹൂർത്തത്തിനെ പറ്റി? പൈസ പോയാനെ, പക്ഷെ പോയില്ലല്ലോ. അതുകൊണ്ട് എന്താ പറയാനുള്ളേ? ഒന്നും പറയല്ലേ? എന്താന്ന് ഞാൻ പറയാട്ടോ. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഒരു അപ്പാപ്പനും അമ്മാമ്മയും അവിടെ നിന്ന് ഫോട്ടോ എടുക്കണുണ്ടായിരുന്നു. അപ്പാപ്പൻ അമ്മാമ്മയുടെ ഫോട്ടോ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതന്നെ അപ്പൻ അമ്മ അതന്നെ അപ്പം ഫോട്ടോ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്കാണെങ്കിൽ ഫോട്ടോ ഒക്കെ എടുത്തു കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം അതൊക്കെ ഒരു മെമ്മറി ആയിട്ട് കീപ്പ് ചെയ്യണതല്ലേ. അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് അവരുടെ അടുത്ത് ചോദിച്ചു, നിങ്ങൾക്ക് 2 പേർക്കും ഒരുമിച്ചുള്ളൊരു ഫോട്ടോ ഞാൻ എടുത്ത് തരണമോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ ഇത് ഉള്ളത് ഈ ബോസ് ഇൻ സിഡ്നി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ബോസിൻ്റെ ലോഗോ ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് ഫോട്ടോ എടുക്കണേ. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഫോട്ടോ എടുക്കണം കഴിഞ്ഞപ്പോൾ അവിടെ വർക്ക് ചെയ്യണ ഒരു ലേഡി പുള്ളിക്കാരത്തി വന്നിട്ട് ഈ അപ്പാപ്പൻ്റെ അമ്മാവൻ്റെ അടുത്ത് ചോദിച്ചു, ഞാൻ ഇങ്ങനൊക്കെ ഫോട്ടോ എടുത്ത് തരാമെന്ന് പറഞ്ഞിട്ട് മറ്റേ ക്യാമില്ലേ ഇതിനെ പറയണേ ഇവിടെ എവിടെയെങ്കിലും കൊടുത്തേക്കാട്ടോ, പേര് ഞാൻ മറന്നുപോയി. അപ്പോൾ ആ ക്യാം വെച്ചിട്ട് ഫോട്ടോ എടുത്ത് തരാം, അപ്പം തന്നെ നമുക്ക് പ്രിൻറ്റ് കിട്ടത്തില്ലേ, അങ്ങനത്തെ ഫോട്ടോ എടുത്ത് തരാമെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് തിരിഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു നീ നിൽക്ക് നിനക്ക് ഞാൻ ഫോട്ടോ എടുത്ത് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചേ ഞാൻ അവർക്ക് ഫോട്ടോ എടുത്ത് കൊടുത്തു, ഇവളപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് ഫോട്ടോ എടുത്ത് തരാമെന്ന് പറഞ്ഞു. എന്തായാലേ നമ്മൾ ചില ആൾക്കാർക്ക് നമ്മൾ പ്രതീക്ഷിക്കാണ്ട് ചില നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് നല്ല കാര്യങ്ങൾ തിരിച്ചു വരും എന്നൊക്കെയാണല്ലോ പറയണം. ബൈ ദ വേ നമുക്ക് കിട്ടിയ ഫോട്ടോ ഇതാട്ടോ. അവരുടെ ലോഗോ ഒക്കെ ഉണ്ടായിരുന്നു, ബട്ട് സ്റ്റിൽ ക്യൂട്ടാണ് കാണാൻ വേണ്ടിയിട്ട്, നല്ല രസമുണ്ട്. ഷാരോൺ പൈസ പോകുമെന്ന് പറഞ്ഞത് അവിടുത്തെ പെർഫ്യൂം മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മളടുത്ത് പറഞ്ഞത്. പക്ഷേ നമ്മൾ മേടിച്ചില്ല കേട്ടോ, ചുമ്മാ വർത്താനൊക്കെ പറഞ്ഞിട്ട് പോന്നു. അതുകൊണ്ട് പിന്നെ ബ്രാൻഡഡ് സാധനങ്ങളോടൊക്കെ ഉള്ള ഒരു ഇഷ്ടമുള്ളതുകൊണ്ട് എനിക്ക് പിന്നെ അത്ര ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ മേടിച്ചില്ല. പിന്നെ അവരൊരു ബ്രേസ്ലെറ്റ് പോലത്തെ ഒരു സാധനം തന്നു, സെറാമിക്കിൻ്റെ എന്തോ ഇതാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ വൈറ്റ് സ്പേസ് ഉള്ളിടത്ത് നമ്മൾ പെർഫ്യൂം സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ അത് ലോങ് ലാസ്റ്റ് ചെയ്ത് ആ സ്മെല്ല് എപ്പോഴും ഉണ്ടാവും എന്നാണ് പുള്ളിക്കാരത്തി പറയണേ. അതും കിട്ടി, ഫോട്ടോയും കിട്ടി, ഹൈലസാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞ ക്യാമറ ഈ സംഭവം ആട്ടോ. ഇതിൻ്റെ പേര് എനിക്ക് പെട്ടെന്ന് കിട്ടിയില്ല, പക്ഷെ ഇപ്പം കിട്ടി. നല്ല രസമുണ്ടല്ലോ നിൻ്റെ ഡ്രസ്സ്, കൊള്ളാം. നമുക്കിന്നൊരു ഫിറ്റ് ചെക്ക് എടുക്കാം. ട്രൈ ചെയ്യാന്നാ. സുഷി ലെറ്റ്സ് ട്രൈ എന്നൊന്നും പറയാറില്ല, നമ്മൾ ഓൾറെഡി നമ്മൾ ഇതിന് മുമ്പ് കഴിച്ചിട്ടുണ്ട്. സോസ് കഴിക്കാം, നല്ലോണം ടേസ്റ്റ് ഉള്ളൂ. സ്പൈസിയാണ് ഓർഡർ ചെയ്തത്. ഒന്ന് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചടിക്ക് കഴിക്കണമെന്നുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ ഇവിടെ ഇട്ട് കടിക്കാൻ പറ്റത്തില്ല. ഞാനിവിടെ ഇങ്ങനെ പെയിൻറ്റിങ് വെച്ചിരുന്ന നാട്ടിൽ പോയിട്ട് ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് സെറ്റാക്കാൻ. അതാണ് ഞാൻ നേരത്തെ ഒരു കാര്യം പറയാൻ വന്നത്. ഇന്നലെ GP-നെയൊക്കെ കണ്ട് കൺസൾട്ട് ചെയ്ത് ആൻറ്റിബയോട്ടിക്സ് ഒക്കെ തന്ന് അങ്ങനെ വെച്ചേക്കാണ്. മേടിച്ച് തന്നിട്ട് വേണം സെറ്റാക്കാൻ. നമ്മുടെ സ്വന്തം സെബി ഡോക്ടർ ഉള്ളതുകൊണ്ട് സെബി ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ട് വേണം അത് സെറ്റാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇവിടെ ഇട്ട് കഴിക്കാൻ പറ്റത്തില്ല. ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇവിടെ മാത്രം ഇട്ട് ചൂ ചെയ്യാൻ വേണ്ടിയിട്ട്. പതുക്കെ കഴിക്കാം. പക്ഷെ ഞാൻ ജ്യൂസ് മേടിക്കാൻ പോയിട്ട് വന്നിട്ടില്ല. അപ്പം അങ്ങനെ നമ്മൾ അടുത്ത
അടുത്ത പോരാട്ടത്തിനിറങ്ങിയേക്കാണ്. ഞാൻ ഓൾമോസ്റ്റ് ഫുള്ളാന്ന് തോന്നുന്നു. നമ്മൾ മലേഷ്യൻ എയർലൈൻസിൻ്റെ റദ്ദ് ചെയ്തിരിക്കുകയാണ്. വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തിട്ട്. ഷാരോണിന് നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാനുണ്ടെന്ന്. ഷാരോണിന് ഞങ്ങൾ ഇരിക്കുന്നത് 1, 2, 3, 4 പേരുടെ ഒരു ഒറ്റ സീറ്റാണ്. അപ്പം അതിനകത്ത് ഞാനിവിടെ ഷാരോൺ അവിടെ അപ്പുറത്തൊരു സീറ്റ് വേക്കൻ്റായിട്ട് കിടക്കണം. അപ്പോൾ അതുകൊണ്ട് ഷാരോൺ ഭയങ്കര ഹാപ്പിയാണ്. അതിൻ്റെ അപ്പുറത്തുള്ള സീറ്റിൽ വേറൊരു ചേട്ടനുണ്ട്. അങ്ങനെയാണ് ഇരിക്കുന്നത്. എനിക്ക് ഇപ്പുറത്ത് കുറേ നടക്കാനുള്ള സ്ഥലമൊക്കെ ഉള്ളതുകൊണ്ട് ഞാനിപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് സോഫാ. വീട്ടിൽ ടെച്ച് സ്റ്റാറിൽ അതുണ്ടായിരുന്നില്ല. ഇവിടെ സ്ക്രീനൊക്കെ ഉണ്ട്. സോ 8 hours അടിപൊളിയായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. ഇവിടെ നമുക്ക് മൂവീസും സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ നമ്മുടെ മലയാളം മൂവി എടുത്തു കഴിഞ്ഞപ്പോൾ വന്നത് സർവ്വമായയും തിയേറ്ററായിരുന്നു. ഇത് ഞാൻ കണ്ടിട്ടില്ല. ഇത് നമ്മൾ തിയേറ്ററിൽ പോയി കണ്ടതാണ്. ഞാൻ കുറച്ച് ലൈക്ക് ചെയ്തിട്ടിട്ടുണ്ട് ഈ 3 മൂവീസിൽ ഏതെങ്കിലുമൊക്കെ ഇരുന്ന് കാണാം എന്നുള്ള രീതിക്ക്. സിഡ്നി ടു കോലാലംപൂർ. നമുക്ക് സ്പ്രൈറ്റ് ഓർഡർ ചെയ്യാം. എത്ര നേരം നോക്കിയത് വെറുതെ അതിന് നമുക്ക് തരാണ്ട് ഫുഡ് ഇനി എപ്പോൾ വരുമെന്ന് അറിയാൻ സ്ഥിതിക്ക് ലെറ്റ്സ് കണ്ടിന്യൂ വാച്ചിങ് ദ മൂവി. We have the vegetarian fish with rice or chicken. However, chicken we have only one. So only one chicken. Yeah, the chicken in lane. So you don't have any chicken anymore? Yeah. They have a lot of vegetarian. Normally there's no vegetarian. Everybody asks for vegetarian. Now they give a lot of vegetarian. Nobody wants vegetarian. Okay. That's the problem. Okay, we get the Yeah. fish with noodle. Okay, yeah. Okay, fish with noodle. ഞാൻ വെജിറ്റബിൾ Sorry കഴിച്ചോ? about നീ that. ചിക്കൻ കഴിച്ചോ? ഫിഷ് നീ കഴിക്കോ? നൂഡിലാണ്. This Yeah. is fish with noodle. Okay. He's okay with I'm that. sorry about it. I'm sorry That's about it. okay. Sprite with no ice, No please. ice. Thank Okay, you. Just yeah. Thank you. Thank you so much. Janice. പൊന്നിനൊരു ഡെസേർട്ട്, പിന്നെ ഇതെന്താ എന്തോ ഒരു സാധനം, പിന്നെ ഫിഷ് ഉണ്ട്, ഫിഷ് വിത്ത് നൂഡിൽ, പിന്നെ ഒരു ബണ്ണുണ്ട്, വെള്ളമുണ്ട്, ആപ്പിൾ ജ്യൂസ് ഉണ്ട്. ചിക്കൻ ഫ്രൈ ചിക്കൻ നല്ലതാണല്ലോ. ഇതെന്തായാലും കാണേണ്ട ഒരു സീൻ തന്നെയായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നേരം എല്ലാവരും സിനിമ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ലാൻഡിങ് ആവാറായപ്പോഴേക്കും എല്ലാവരുടെയും സ്ക്രീൻ മാറിയിട്ട് എല്ലാവരും ഫ്ലൈറ്റ് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. മലേഷ്യൻ എയർലൈൻസിൽ അങ്ങനെ നമ്മൾ മലേഷ്യയിലെത്തി. 8 മണിക്കൂർ പോയത് അറിഞ്ഞില്ല കേട്ടോ. കാര്യം അത്രയും അടിപൊളി ഫ്ലൈറ്റ് ആയിരുന്നു. ഇവിടെ നമ്മൾ ട്രെയിൻ എടുത്തിട്ടാണ് അടുത്ത ടെർമിനലിലേക്ക് പോണേ. അവിടെ നിന്ന് നേരെ കൊച്ചിയിലേക്കുള്ള ഫ്ലൈറ്റ്. ഇതാണ് നമ്മൾ ഈ യാത്രയിൽ എടുക്കണ ലാസ്റ്റ് ഫ്ലൈറ്റ്. ഇതോടെയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്താണ്. ബൈ ദ വേ, ഞാൻ വിചാരിച്ച പോലെയല്ല, അത്യാവശ്യത്തിൽ കൂടുതൽ നല്ല ലെഗ് സ്പേസ് ഒക്കെ ഉണ്ടായിരുന്നു ഈ ഫ്ലൈറ്റിൽ. നമുക്ക് കോലാലംപൂർ ടു കൊച്ചി 4 മണിക്കൂറായിരുന്നു കേട്ടോ ഫ്ലൈ ചെയ്യേണ്ടായി. നമ്മൾ ചെന്നപ്പോൾ തന്നെ നമുക്ക് ഫുഡൊക്കെ തന്നു. അടിപൊളി ഫുഡായിരുന്നു. അതിനകത്തൊരു ചീസ് കേക്കൊക്കെ ഉണ്ടായിരുന്നു. അതും സംഭവം അടിപൊളിയായിരുന്നു. നമ്മൾ നന്നായിട്ട് കിടന്നുറങ്ങി. അവർ ഉറങ്ങാനുള്ള നല്ലൊരു അറ്റ്മോസ്ഫിയറൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തന്നു. ലൈറ്റ്സൊക്കെ ഓഫ് ചെയ്ത്. അതുകൊണ്ട് നല്ല സുഖമായിട്ട് സുഖസുന്ദരമായിട്ട് കിടന്നുറങ്ങി നമ്മൾ. അങ്ങനെ എഗെയിൻ 4 മണിക്കൂർ പോയതേ അറിഞ്ഞില്ല. അതുപോലെ തന്നെ നമ്മളിതേ കൊച്ചി എത്താറായി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇപ്പം നാട്ടിലേക്ക് പോകണത് 6 മാസം കഴിഞ്ഞിട്ടാട്ടോ. അതുകൊണ്ട് തന്നെ ഭയങ്കര വലിയൊരു ഗ്യാപ്പ് ഒന്നും നമുക്ക് ഫീൽ ചെയ്യണില്ല. നമുക്ക് ഓൾറെഡി അറിയായിരുന്നു ഓഗസ്റ്റിൽ നമ്മൾ വരണുണ്ട് എന്നുള്ള കാര്യം. പക്ഷെ എന്നിട്ട് നമ്മൾ ഡിസംബറിൽ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പപ്പേനെയും മമ്മീനെയും നാട്ടിലേക്ക്, ഓസ്ട്രേലിയയിലേക്ക് കൊണ്ടുവരണമായിരുന്നല്ലോ. അതുകൊണ്ടാണ് നമ്മൾ അവരെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിൻലി നമ്മൾ ഡിസംബറിൽ നാട്ടിലെത്തിയത്. കൊച്ചി നമുക്ക് നല്ല മഴയൊക്കെ തന്നിട്ടാണ് നമ്മളെ വെൽക്കം ചെയ്തത്. Ladies and gentlemen, boys and girls, welcome to Cochin International Airport. Please remain seated until the seatbelt sign has been switched off. Do be careful when opening the overhead compartment and remember to take all your belongings with you. ഈ
ഈ പ്രാവശ്യം ഞാൻ കൂടുതൽ എക്സൈറ്റഡ് ആരെ കാണാനാണെന്ന് അറിയാമോ? ചേച്ചീനെ കാണാനാട്ടോ. കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നാട്ടിൽ വന്നപ്പോഴൊന്നും ചേച്ചി ഉണ്ടായിരുന്നില്ല. ചേച്ചി വന്നപ്പോൾ നമ്മളുണ്ടായിരുന്നില്ല, നമ്മൾ വന്നപ്പോൾ ചേച്ചി ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഈ പ്രാവശ്യമാണ് നമ്മൾ എല്ലാവരും ഒരുമിച്ച് വന്നേ. അതിൻ്റെ ഒരു വലിയൊരു എക്സൈറ്റ്മെൻ്റ് തന്നെയുണ്ട് ഞങ്ങൾക്ക്. നമ്മളിതേ ഇവിടെ ഇറങ്ങി ഇനി നമ്മൾ അവരെ മീറ്റ് ചെയ്യാൻ വേണ്ടി പോകണം. ബാഗൊക്കെ എടുത്ത് നമ്മളൊന്ന് ഫ്രഷപ്പായി. നമ്മൾ ഏറെക്കുറെ 24 hours ആയി വണ്ടി കയറിയിട്ട്. നല്ല പോലെ കുഴപ്പമില്ല. ഇപ്പോൾ നോക്കിയിട്ട് വരാം. എനിക്ക് തോന്നുന്നു ഇവർ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യും. ഞാൻ ക്യാമറ ഇങ്ങനെ പിടിച്ചിട്ട് നടക്കണുണ്ട് മേ ബി. ലതിയുടെ കൈ വെക്കണം ഓൾറെഡി. നമുക്ക് വേഗം പുറത്തേക്ക് ഇറങ്ങാം. ഒരു ലോഡ് ആൾക്കാരുണ്ട്. സൈബി ഭയങ്കര അടിപൊളി ചുരിദാറൊക്കെയാണ് എന്താണ് അത് അവിടെ നിന്ന് കാച്ചിയാവോ. എനിക്ക് തോന്നിയായിരുന്നു അവര് പെട്ടെന്ന് ഫൈൻ ചെയ്യുന്നത്. ഇതിപ്പോ എവിടെയാന്ന് അറിയാൻ പാടില്ലല്ലോ. ഇവിടെ എവിടെയോ നമ്മൾ കണ്ട് അതേ റിച്ച് അവിടെ നിക്കണ്. അതന്നെ എല്ലാരും സ്പ്ലിറ്റ് ആയിട്ടാണ് ദേ അവിടെ നിക്കണ. ചേച്ചി ഉടുപ്പൊക്കെ ഇട്ടിട്ടാണല്ലോ പറയണേ. ഹലോ ലോങ് ടൈം നോ സീ. ഷൂട്ടിംഗ് ഞാൻ വീഡിയോ ക്ലിയർ ആവണോ? നമ്മൾ പുറത്തിറങ്ങിയപ്പോഴേക്കും നല്ല മഴയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ വേറെ എങ്ങും പോകണ്ട, ഇച്ചിരി നേരം ഇവിടെ ഇരുന്ന് വർത്താനം പറയാമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ തൊട്ടടുത്തുള്ള ഒരു തട്ടുകടയിൽ നമ്മൾ ചായയും കാപ്പിയും പഴംപൊരിയും എന്തൊക്കെയോ മേടിച്ചു. അപ്പോൾ എന്തായാലും ഇനി നാട്ടിലെ വ്ലോഗുകൾ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ഫ്രം റോസസ് ടോക്കസ്ട്രി. ബൈ.